Yes, good evening to one and all. So today I welcome all of you to the webinar on the topic of cracking English fluency using 20 powerful codes. സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഈ ഒരു അതിഗംഭീരമായിട്ടുള്ള വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ടുഡേയ്സ് അവർ ടോപ്പിക് ഈസ് നത്തിങ് ബട്ട് അൺലീഷിംഗ് ഫ്ലുവൻസി യൂസിങ് 20 പവർഫുൾ കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. ഞാനിത് ഇത്രയും കോൺഫിഡൻസോട് കൂടി തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. നിങ്ങൾ വർഷങ്ങളായിട്ട് പല രീതിയിലും പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ഭാഷയെ നമ്മൾ 20 നല്ല കിഡിലൻ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പോകണം. വി ആർ ഗോയിങ് ടു ഗ്രാബ് ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിങ് ദീസ് 20 പവർഫുൾ കോഡ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ആരും റെഡി? റെഡിയാണോ? എനർജിയിൽ പറയാം എല്ലാവരും. ആരും റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. പള്ളങ്ങളെ പൊസിഷൻ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നല്ലൊന്ന് അടിപൊളിയായിട്ടൊന്ന് യെസ് ഐ എം റെഡി എന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ നോക്കട്ടെ ആരാണ് അടിപൊളിയായിട്ട് ടൈപ്പ് ചെയ്യുന്നത്. യെസ് ഐ എം റെഡി. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് ഐ എം റെഡി, ഐ എം റെഡി. യെസ് യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ് ഐ എം റെഡി. ഓക്കെ ഓക്കെ, എന്താണ് റെഡിക്കന്നെ ഒരു എനർജി ഉണ്ടല്ലോ എല്ലാവർക്കും. യെസ്, രഹീന, അലീന, ബിബിൻ. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ ഇന്നത്തെ വെബിനാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വെബിനാറിന് മാത്രമല്ല, സ്പീക്കേഴ്സ് ആയിരക്കണക്കിന് ഇതുപോലുള്ള വെബിനാറുകൾ നടത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണം. ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ഇൻ യുവർ മൈൻഡ് ടു ബി വൈബ്രന്റ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്, ഡെഫിനറ്റ്ലി യു വിൽ ബി എ സ്റ്റുഡൻറ്റ് ഹിയർ അറ്റ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി. നിങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ വെബിനാറിലേക്ക് വന്നവരാണെങ്കിൽ, ഇനി അല്ലെങ്കിലും എനിക്കുറപ്പാണ് ഒരു 90% ആളുകളും സ്പീക്കേഴ്സിലെ സ്റ്റുഡൻ്റ് ആയിരിക്കും. ഞാനിത് ഇത്രയും കോൺഫിഡൻസിൽ, ഈ ഒരു തൊലിക്കട്ടി എന്താണെന്ന് അറിയണ്ടേ, ഇത് ഈ 18 വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ആ ഒരു ക്വാളിറ്റിയിൽ നിന്നുള്ള ആ ഒരു മെത്തേഡിൻ്റെ ആ കോൺഫിഡൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ച് പല രീതിയിലുള്ള കോഴ്സുകളും മാസവും വർഷവും എടുത്ത് പല രീതിയിൽ തലക്കുത്തി മറിഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത ആ ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസി, ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയെ നമ്മൾ വളരെ ഈസി ആയിട്ട് കോഡുകളിലൂടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി വി ആർ അൺലോക്കിംഗ് എ ന്യൂ സിസ്റ്റം, എ ന്യൂ മെത്തേഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പം ഈ ഒരു മെത്തേഡ് അത് എന്താണ്, പോസിബിളാണ്. ദിസ് ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യലാണ് ഇന്നത്തെ നമ്മളുടെ വെബിനാറിൻ്റെ മെയിൻ പർപ്പസ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത് പ്രൂവ് ചെയ്യും. അഡീഷണലി ഐ വിൽ ഷോ യു ആൻഡ് ഐ വിൽ മേക്ക് യു സ്പീക്ക് ഇംഗ്ലീഷ് യൂസിങ് സം കോഡ്സ്. നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് കോഡുകളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഞാനിത് പച്ചയായിട്ട് കാണിച്ചു തരാൻ പോവാണ്. കോഡുകൾ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ ഈ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അല്ലേ, സംസാരിക്കേണ്ട കാലൊക്കെ എന്നോ കഴിയും. Because majority of we have started even in our 4th standard to learn English. പക്ഷെ 4ാം ക്ലാസ്സിൽ മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാത്ത ആരും നമ്മളെ കൂട്ടുണ്ടാവില്ല. ഇത്രയും വർഷം നമ്മൾ പഠിച്ചിട്ടും തലയിൽ കയറാത്ത ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഈ ഇംഗ്ലീഷിൻ്റെ പ്രശ്നമല്ല, ബട്ട് ദ പ്രോബ്ലം സ്റ്റാൻഡ്സ് ദെയർ ഇൻ അവർ മെത്തേഡാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ശിവഖേര എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. വിജയികളായിട്ടുള്ള ആളുകൾ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ട് ചെയ്യും. സോ ഇൻ യുവർ കേസ് ആൾസോ യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ ബട്ട് ഡു ദ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് മാറി ചിന്തിക്കാം, ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ. ഈ ഒരു ഗ്രാമർ സിസ്റ്റത്തിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്നോ പഠിച്ചു പോകണം. അപ്പോൾ ഇനിയും ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. സോ നൗ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ വാട്ട് ടു റീതിങ്ക് ദ പ്രോബ്ലംസ് ഇൻ യുവർ കറന്റ് സിസ്റ്റം. നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തിൽ, പഠിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിവിനുള്ള സമയമാണ്. ഓക്കെ, സോ ഐ വിൽ ഷോ യു, ഐ വിൽ ചാലഞ്ച് യു. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്ത്, ഈ 20 കോഡുകൾ മാത്രം മതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ അല്ലേ.
ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഞ്ചിൻ്റെയും ബാക്കിയുള്ള അതിൻ്റെ ഡെഫിനേഷൻ പഠിപ്പിച്ച് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ബട്ട് ദെയർ എയിം ഈസ് ടു ഡ്രൈവ്. അതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേ സിമ്പിൾ പാസ്റ്റിൻ്റെയും സിമ്പിൾ ഫ്യൂച്ചറിൻ്റെയും പ്രസന്റ് കണ്ടിന്യൂസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും ആക്റ്റീവ് വോയിസിൻ്റെയും റിപ്പോർട്ട് സ്പീച്ചിൻ്റെയും ക്വസ്റ്റൻ ടാഗിൻ്റെയും ഇതിൻ്റെ ഡെഫിനേഷൻ അല്ല പഠിപ്പിക്കേണ്ടത്. യു നീഡ് ടു സ്പീക്ക്, സംസാരിക്കണം. പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡെഫിനേഷൻസ് പഠിക്കും, കുറേ ഫോർമുലകൾ പഠിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കും. ഓക്കെ, സോ നൗ ഐ വിൽ ഷോ യു ദാറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഈസ് എ സിമ്പിൾ ടാസ്ക്. അത് നിങ്ങൾ ഇന്ന് തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. സോ ദാറ്റ് ഈസ് മൈ ടുഡേയ്സ് ടാസ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും പോലെ ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എനർജറ്റിക് പീപ്പിൾ. ലോകത്ത് വൈബ്രന്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അല്ലെ നല്ല കാരിസ്മാറ്റിക് പേഴ്സൺ ആയിട്ടുള്ള ആളുകളുടെ ഭാഷയാണ് ഇംഗ്ലീഷ്. സോ ഇൻ യുവർ കേസ് ആൾസോ യു കെയിം ഹിയർ, യു അറ്റൻഡഡ് ടുഡേയ്സ് വെബിനാർ ഫോർ വാട്ട് ടു ബി ദ ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളും നല്ല എനർജിയിലായിരിക്കണം എന്ന് നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ എനർജി ഉണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മളെ എനർജിനെ ഒന്നും കൂടി ഒന്ന് ഹൈ ആക്കാൻ വേണ്ടി പോകുകയാണ്. അതിന് ചെറിയൊരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു 30 സെക്കൻഡ് ടാസ്ക്. അതിനുശേഷം നമുക്ക് ഈ സീക്രട്ടുകൾ എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും എഴുന്നേറ്റേക്ക് അടിപൊളിയായിട്ട്. ഞാൻ നോക്കട്ടെ ആരാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹേമന്ത് എൻ്റെ കൂടെ ഉണ്ട്. ഹേമന്ത്, ഇവർക്ക് ഒരു 30 സെക്കൻഡിൻ്റെ നല്ലൊരു സോങ് ഇട്ട് കൊടുക്കേ. അപ്പോൾ ഈ സോങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു അടിപൊളി മൂവ്മെൻറ്റ് എന്ന് പറയാം, ഡാൻസ് എന്ന് പറയാം, എന്തെങ്കിലും ഒന്ന് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഒന്ന് പ്ലേ ചെയ്യുക. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയോളൂ. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഷോ യുവർ ടാലൻസ്. അപ്പോൾ ഹേമന്ത് റെഡി അല്ലേ? ഓക്കെ, ഓൺ സ്വിച്ച് ഓൺ യുവർ വീഡിയോ. ഓക്കെ, ഓൺ യുവർ വീഡിയോ. നല്ല എനർജറ്റിക് ആയ ആളുകളൊക്കെ ഓൺ ചെയ്യുന്നു. We are regaining the energy for unlocking the 20 sacred codes. Round 3. Yeah. Ready? Okay. Thank you, Hemant, and thank you all for participating in this dance program. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങളിൽ എത്ര ആളുകൾ സ്പീക്കീസിയുടെ ഈ ഒരു 20 കോഡ്സിൻ്റെ സീക്രട്ട് അറിയാൻ താല്പര്യം എത്ര ആളുകളുണ്ട്? അറിയാൻ താല്പര്യം ആളുകളൊക്കെ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. പ്ലീസ് ടൈപ്പ് യെസ്. ഈ സീക്രട്സ് കോഡുകൾ അറിയാൻ താല്പര്യം ആളുകളൊക്കെ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു അഷ്റാഫ്, താങ്ക് യു അഭിരാമി, താങ്ക് യു പീച്ച, താങ്ക് യു സജീദ്, താങ്ക് യു ലുബിന. എല്ലാവരും പേരും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ സെമിനാറിലുണ്ട്. പിന്നെ ഒരു കാര്യം, സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് എന്തിനാ എൻഡ് വരെ എക്സിറ്റ് ആവാതെ നോക്കണം. കാരണം ലിമിറ്റഡ് ആളുകൾക്ക് മാത്രമേ ഇതിൽ പ്രവേശിക്കുകയുള്ളൂ. ഒരു വട്ടം നിങ്ങൾ അഥവാ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എൻട്രി നിങ്ങൾക്ക് കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഗീത, അഭിരാമി, ഇർഷാദ്, താങ്ക് യു, അനിൽകുമാർ, ഓക്കെ, പ്രിൻസ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. So all of you are here to get the secrets of the 20 powerful codes. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? Now we are unleashing that secrets. Ready? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ 20 കോഡുകൾ, അതിൻ്റെ സയൻസ് അതെങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ഥാപനം അവരുടെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയെ സെലക്ട് ചെയ്തു. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ആൻഡ് കറന്റ്ലി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗെറ്റ് എൻറോൾഡ് ഹിയർ അറ്റ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി ഇൻ ഈച്ച് മന്ത് ഈസ് അബവ് 6,000 സ്റ്റുഡൻസ്. ഇതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കൗണ്ടാണ്. കേരളത്തിൽ ഒരു സ്ഥാപനങ്ങൾക്കും എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ദ ബെസ്റ്റ് കൗണ്ട് 6,000. അപ്പോൾ ഈ ഒരു കൗണ്ടിലേക്ക് ഓരോ മാസവും സ്പീക്ക് ഈസിക്ക് ഇത്രയും സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനും ഇത്രയും സ്റ്റുഡൻസ് ട്രസ്റ്റ് ചെയ്യാനും സ്പീക്ക് ഈസിക്ക് സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. സോ ഈ ഒരു താങ്ക്സ്, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. അഡീഷണലി ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അതിനെ ഞങ്ങൾ വിളിക്കുന്നത് മാപ്പ് ആർ എന്നുള്ളതാണ്. വൈ ഡസ് സ്പീക്ക് ഈസി സ്റ്റാൻഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പലപ്പോഴും ഞാനൊരു കഴിഞ്ഞ റിപ്പോർട്ടറിൻ്റെ ഇൻ്റർവ്യൂവിൽ പോയ സമയത്ത് അരുൺ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനും കോഡ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാപ്പ് ആർ എന്നാണ് നമ്മുടെ കോഡ്. ഈ ഒരു 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് സ്പീക്ക് ഈസി എന്ത് ചെയ്തത് ഡിഫറെൻ്റ് ആയതും ഇത്രയും സ്റ്റുഡൻസ് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതും. അതിലൊന്ന് പറയാനുള്ളത്, സ്പീക്ക് ഈസിക്ക് കറക്റ്റ് ഒരു മെത്തേഡ് ഉണ്ട്, സാധാരണ ഗ്രാമർ മെത്തേഡല്ല. സ്പീക്ക് ഈസി നിങ്ങളെ പഠിപ്പിക്കുന്നത് വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ്സുകൾ അയച്ചിട്ടല്ല, മൊബൈൽ ആപ്പിലൂടെ നല്ല കിഡിലൻ വീഡിയോ ക്ലാസ്സുകൾ തന്നിട്ടാണ്. മൂന്നാമതായിട്ട് സ്പീക്ക് ഈസിക്ക് നല്ല എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. കാരണം ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. വി നീഡ് ടു പ്രാക്ടീസ്, വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. അത് നല്ല അടിപൊളി ട്രെയിനേഴ്സ് ഉണ്ട്. അഡീഷണലി യു ഹാവ്
നല്ല ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ, മര്യാദയ്ക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, ട്രെയിനേഴ്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം. പിന്നെ സ്പീക്കീസി പറയുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ ഫെയിലാണെങ്കിൽ, ഇഫ് വി കാൻ ഫുൾഫിൽ ദ പ്രോമിസ് ദാറ്റ് വി ഹാവ് ഗിവൻ ടു യു, ഞങ്ങൾ 100% ചങ്കൂറ്റത്തോടു കൂടി പറയുന്നു, ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ധൈര്യത്തിൽ കടന്നു വന്നോ. അതാണ് ചങ്കൂറ്റം. ഒരു പേടി പേടിക്കണ്ട, ഒരു റീസണും നിങ്ങൾ പറയണ്ട. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് 100% റീഫണ്ടാ. എന്തുകൊണ്ടാണ് ചങ്കൂറ്റം? ദാറ്റ് ഈസ് മെത്തേഡ്. കഴിഞ്ഞ 18 വർഷമായിട്ട് സ്പീക്കീസിക്ക് ഈ സെയിം കോൺഫിഡൻസും സെയിം കറേജസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഇറ്റ്സ് ഓൺലി ബൈ ദി മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സീക്രട്ടിലേക്ക് പോകാം അല്ലേ. സോ ഫസ്റ്റ്ലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഈ കോഡ് സിസ്റ്റം വർക്ക് ആകുന്നത്. അത് ആദ്യം പഠിക്കണ്ടേ. കോഡിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്നത് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട മറുപടി എന്താണ്? ഈ കോഡിന് വല്ല സയൻസ് ഉണ്ടോ എന്നുള്ളതല്ലേ. ഇതെന്തെങ്കിലും സ്പീക്കീസിയുടെ എന്തെങ്കിലും ഒരു പരിപാടിയാണോ, അല്ലെങ്കിൽ ഇതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു സോളിഡ് സയൻസ് ഉണ്ടോ എന്നുള്ളത് ഐ വാണ്ട് ടു പ്രൂവ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാൽ, ഇപ്പം ഞാനൊരു 2-3 മാസം മുമ്പ് കണ്ടൊരു സിനിമ ഏതെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ഇന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൂളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ 5-10 വർഷം മുമ്പ് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്ത് ടൂർ പോയ അനുഭവം എനിക്ക് ഒരാളെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ഈസി. അതേ സ്ഥാനത്ത് എന്നോട് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ പഠിച്ച റിപ്പോർട്ടർ സ്പീച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് തവണ പഠിച്ചതായിരിക്കും, നമ്മൾ വന്ന് വിട്ടു കിട്ടും. 10ാം ക്ലാസ് നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഓരോ ഓംസ് ലോ എന്താണ്, ബർണോൾസ് തിയറം എന്താണ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ചില വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മെമ്മറിയിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ചിലത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ദിവസങ്ങളെടുത്ത് നമ്മൾ അതിൻ്റെ പിറകിൽ കൂടി കഴിഞ്ഞാലും അതവിടെ പോകും അല്ലേ. നമുക്ക് ഇഷ്ടംപോലെ അനുഭവമുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ മറുപടി കണ്ടെത്തി കഴിഞ്ഞാൽ കോഡിൻ്റെ സയൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ മറുപടി എന്താണെന്നുള്ളത് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ബ്രെയിൻ അതിന് 2 പാർട്ടുണ്ട് കേട്ടോ, 2 പാർട്ടുണ്ട്. ഒന്നിനെ നമ്മൾ ലെഫ്റ്റും ഒന്നിനെ റൈറ്റും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ ലെഫ്റ്റ് ബ്രെയിനെ ന്യൂറോ സയൻറ്റിസ്റ്റ് വിളിക്കുന്നത് ലോജിക്കൽ പാർട്ട് ഓഫ് ബ്രെയിൻ, അല്ലെങ്കിൽ ലോജിക്കൽ ബ്രെയിൻ എന്നാണ്. ഇതിനെ ക്രിയേറ്റീവ് ബ്രെയിൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ വിഷ്വലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ, ചിത്രങ്ങളായിട്ട് ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ അല്ലേ, സിനിമക്ക് അങ്ങനെയാണ്. അതുപോലെ തന്നെ അനുഭവങ്ങൾ, നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറീസിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്ത് ഉള്ളിലേക്ക് എടുക്കുന്നോ എല്ലാം പോയി റെക്കോർഡ് ചെയ്യപ്പെടായിരിക്കും. അതേ സ്ഥാനത്തോ അത്തരത്തിലുള്ള ഒരു എലമെൻറ്റും ഇല്ലാത്ത വിഷയങ്ങളില്ലേ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിക്കുന്നുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിക്കുന്നുണ്ട്, V1 പഠിക്കുന്നുണ്ട്, V2 പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും ക്രിയേറ്റീവായ രൂപത്തിലല്ല പഠിക്കുന്നത്. സോ ദാറ്റ് ഓൾ വിൽ ബി റെക്കോർഡ് ഹിയർ. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താ ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ പോയി റെക്കോർഡ് ചെയ്തോട്ടെ. പക്ഷെ അതല്ല കാര്യം. നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഈ മെമ്മറികൾ ലൈഫ് ലോങ് ആയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കലും റിവിഷൻ നടത്തേണ്ട ആവശ്യമില്ല. സിനിമ നിങ്ങൾ റിവിഷൻ നടത്താറുണ്ടോ? ഞാൻ 2008 കണ്ട സിനിമ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ടൂർ പോയത് റിവിഷൻ നടത്താറുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ട ചിത്രങ്ങൾ റിവിഷൻ നടത്താറുണ്ടോ? ഇല്ല. അതേ സ്ഥാനത്ത് ലെഫ്റ്റ് ബ്രെയിനിൽ വല്ലതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സ്ട്രഗിൾ ഫോർ കീപ്പിംഗ് ദാറ്റ് ഓൾ ഇൻ യുവർ മെമ്മറി. അതവിടെ പോകും. ചില ആളുകൾക്ക് മാക്സിമം 24 മണിക്കൂറൊക്കെ കിട്ടും, ചില ആളുകൾക്ക് ചിലപ്പോൾ അതിന് മുമ്പും പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുന്ന വിഷയങ്ങളെ വിഷ്വലായിട്ട് പഠിക്കുക. വിഷ്വൽ ലേണിംഗ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണത്. വിഷ്വലായിട്ട് പഠിക്കുക. പഠിക്കുന്ന വിഷയങ്ങളെ കിനസ്തറ്റിക് ആയിട്ട് പഠിക്കുക. കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ച് പഠിക്കുക. ഓക്കെ, നമ്മുടെ സാധാരണ സിസ്റ്റത്തിൽ ഇല്ലാത്തതാണ് എന്ത്? അവിടെ കിനസ്തറ്റിക് ലേണിംഗും ഇല്ല, വിഷ്വൽ ലേണിംഗും ഇല്ല. എന്താ ഉള്ളൂ? ലോജിക്കൽ ലേണിംഗ് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സിലൊരു സിമ്പിൾ പ്രസൻറ്റ് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താ പഠിപ്പിക്കുക? സിമ്പിൾ പ്രസൻറ്റ്. ഇവിടെ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ചെയ്തു. സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ് ടു ആസ്ക് ഹാബിച്വൽ ആക്ഷൻസ്. ഇവിടെ നമ്മൾ പോയിട്ട് 4 വട്ടം അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ് ടു ആസ്ക് ഹാബിച്വൽ ആക്ഷൻസ്. ശീലങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രെയിനേഴ്സ് ഒരു ഫോർമുല എഴുതി തരും. WH ക്വസ്റ്റ്യൻസ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വർബ്. ചിലപ്പോൾ മെയിൻ വർബ് ആവില്ല, ചിലപ്പോൾ V1 എന്നൊക്കെ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ ഫോർമുല പഠിക്കും. അത് ക്വസ്റ്റ്യൻ ഒരു ഫോർമുല വേണം, ആൻസർ പോസിറ്റീവ് ആൻസറിന് ഒരു ഫോർമുല വേണം, നെഗറ്റീവ് ആൻസറിന് വേറെ ഫോർമുല വേണം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേറെ ഫോർമുല വേണം. ഒരു കാര്യം പഠിക്കണമെങ്കിൽ തന്നെ 4-5 ഫോർമുല പഠിക്കണം. അപ്പോൾ ഒരാൾ നമ്മൾ മുമ്പിലേക്ക് വരികയാണ്, നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ചോദിക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? സാർ പഠിപ്പിച്ചെന്ന ഫോർമുല നമ്മൾ ആദ്യം ആയിരിക്കും. WH ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഫോർമുല. എന്നിട്ട് നമ്മൾ ആദ്യം WH കണ്ടെത്തും, ഓക്സിലറി കണ്ടെത്തും, സബ്ജക്റ്റ് കണ്ടെത്തും, മെയിൻ വർബ് കണ്ടെത്തും. അപ്പോഴേക്കും ആൾ നമ്മൾ മുമ്പ് പോയിട്ടുണ്ടാവും. നമ്മളൊന്നും കഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഇംഗ്ലീഷ് പഠിക്കാത്തത്, നമ്മൾ റോങ് മെത്തേഡ് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്.
കാരണം എല്ലാം പോയി റെക്കോർഡ് ചെയ്യുന്നത് ലോജിക്കൽ ബ്രെയിനിലാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് മിയർ എ ലാംഗ്വേജ്. വെറുതെ സാധാരണ ഭാഷ പഠിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് പല ആളുകൾക്ക് അവരുടെ ലൈഫാണ് ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് നല്ല സ്വപ്ന ജോലി നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട്. നമ്മളൊക്കെ ബ്രാഞ്ചുകളിലേക്ക് വരുന്ന എത്രങ്ങാനും ചെറുപ്പക്കാരാണെന്ന് അറിയും. സാറേ എനിക്ക് ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, PhD ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൂപ്പര് സൗദിയിലെ ഒരു വെൽഡിംഗ് സൂപ്പർവൈസർ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കഥയാണത്. അയാൾക്ക് വെൽഡിംഗ് അറിയാം, വെൽഡിങ്ങിൽ പൊല്ലിയാണ് അദ്ദേഹം. പക്ഷേ ഇൻ്റർവ്യൂവിൽ പോയിട്ട് എനിക്ക് ഇതൊക്കെയാണ് വെൽഡിംഗ് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞിട്ട് എൻ്റെ ബ്രാഞ്ചിൽ വന്നാലും എനിക്കുണ്ട്. പിന്നെ അദ്ദേഹം പഠിച്ചു, നല്ല ജോലിയിൽ പിന്നെ ജോലി കയറി. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷ മാത്രമല്ല, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ഫാമിലിയുടെ സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും പല സ്ഥലത്തും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ കഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഈ റോങ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടൊക്കെ അവിടെ മാറ്റി വെക്കൂ. ഈ സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ന് സംസാരിക്കാൻ പറ്റും, കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ആളുകളുടെ മെയിൻ പ്രശ്നം അതാണ്. PhD കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിലെങ്ങനെ കോൺഫിഡൻസ് കിട്ടുക? അവൻ ആലോചിക്കുന്നത് ഓക്സിലറിയുടെ മുമ്പാണോ WH ചേർക്കേണ്ടത്, WH കഴിഞ്ഞിട്ടാണോ സബ്ജക്റ്റ് ചേർക്കേണ്ടത്, സബ്ജക്റ്റിൻ്റെ ശേഷമാണോ V1 ചേർക്കേണ്ടത്, ഇവിടെ V3 ആണോ ING ഫോം ആണോ? ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങളാണ്. ഈ ഒരു സംശയത്തിൻ്റെ ഇടയിലാണ് സ്പീക്കീസ് എന്ത് ചെയ്യണത്? ഇങ്ങനെ ഒന്നും പഠിക്കേണ്ട, നമുക്ക് കോഡിലൂടെ പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കോഡ് ഞാൻ പല ക്ലാസ്സിലും പറയുന്നതാണ്. ഇതാ സിമ്പിൾ കോഡ്, ഇങ്ങോട്ട് നോക്കൂ. ദുശ്ശീലം. ഇവിടെ മണിക്കൂർ എടുത്ത് പഠിക്കുന്ന വിഷയമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളിവിടെ പഠിച്ചത് ദുശ്ശീലം കഴിഞ്ഞു. എത്ര സിമ്പിൾ കോഡാത്. നമ്മുടെ കോഡുകൾ കംപ്ലീറ്റ് കോമിക് കോഡുകളാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷ്വൽ ലേണിങ്ങിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമിക്കായിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ, അബ്നോർമലായിട്ട് പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രെയിൻ മനസ്സിലാക്കിയിട്ട് ബ്രെയിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് പഠിക്കേണ്ട, ദുശ്ശീലം എന്നുള്ള ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. എന്താ ദുശ്ശീലം എന്ന് പറഞ്ഞാൽ? ശീലങ്ങൾ എന്ത് ചോദിക്കണോ സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർത്തോ, കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരാളോട് സിമ്പിൾ പ്രസൻറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്തേ നീ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ശീലമല്ലേ ഒരാളുടെ, എങ്ങനെ ചോദിക്കും? ഈ കോഡ് നമ്മുടെ മൈൻഡിലേക്ക് വരും, ദുശ്ശീലം അല്ലേ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ? ഇത്ര സിമ്പിളാണത്. നീ സിനിമ കാണാറുണ്ടോ? ശീലല്ലേ? ദുശ്ശീലം. ഡു യു വാച്ച് സിനിമ? ഈ ഫോർമുലിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിഷ്വലായിട്ട് കിനസ്തറ്റിക്കായിട്ട് വേണം പഠിക്കാൻ. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ കോഴ്സ് സ്റ്റോറീസാണ് വരുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല റിട്ടൻഷൻ, കുറേ കാലം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും, നല്ല കോൺഫിഡൻസ് കിട്ടും, ഫണിയാണ്, നല്ല എൻജോയ്മെൻറ്റ്. ഞങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് കോഴ്സ് കാണിച്ചു തരാം. ഈ നമ്മുടെ ഗ്രാമർ മെത്തേഡ് ആണെങ്കിലോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഭാഷ പഠിക്കുക. ഈ സാധാരണ ഗ്രാമർ മെത്തേഡ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 15-20 കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ. 2 ദിവസം കഴിഞ്ഞാൽ ഒരു 4 ആൾ പോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും 2 ആൾക്കാർ പോകും. എന്തുകൊണ്ടാണ്? ഈ കോംപ്ലിക്കേഷൻ കണ്ടിട്ടാണ്. ചിലപ്പോൾ നല്ല ഫീസൊക്കെ അടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഫീസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അടിച്ചാലാണെങ്കിൽ ചിലപ്പോൾ 5-6 ദിവസം നിൽക്കും. സാധാരണ ക്ലാസ് കാണുന്നതാണ്. നല്ല ടൈം എടുക്കും. കണ്ടില്ല, ഞാൻ സിമ്പിൾ പ്രസൻറ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആ സമയത്ത് ദുശ്ശീലാണെങ്കിലോ സെക്കൻഡ് മതി. മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നല്ല കോംപ്ലക്സ് റൂളുകളാണ്, കോൺഫിഡൻസ് ഉണ്ടാകില്ല, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ മെത്തേഡും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തരാം, കുറച്ച് ക്ലാസ് നമ്മുടെ കോഡുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ സയൻസ് മനസ്സിലാക്കിയല്ലോ, ഇന്ന് പഠിക്കാം. പഠിച്ചാലോ? കോഡുകൾ ഉണ്ടല്ലോ, റെഡിയാണോ? ഞാൻ നോക്കട്ടെ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യും. നമ്മുടെ ബാക്കിയുള്ള കോഡുകളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ടൈപ്പ് ചെയ്യൂ. യെസ്, ഐ ആം റെഡി. ഒന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്, ആരതി, ഉണ്ണികൃഷ്ണൻ, സീനാഥ്, ഫാത്തിമ, സനീഷ്, ഷാഹുൽ, പ്രീതി, താങ്ക് യു. എല്ലാവരും ഒന്ന് യെസ് ഉഷാറായിട്ട്. ഹേമന്തേ ഒരു മ്യൂസിക് കൂടി ഇട്ട് കൊടുക്കാം അവർക്ക്. ഞാൻ വെള്ളം കിട്ടാടെ കേട്ടോട്ടെ. ഹേമന്ത് നിങ്ങൾക്ക് ഒരു മ്യൂസിക് കൂടി ഇട്ട് എഴുതുന്നുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കും. എല്ലാവരും ഒന്ന് കാണട്ടെ. എല്ലാവരും ഒന്ന് കാണട്ടെ. എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കും. നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? ഷോ യുവർ വീഡിയോ. നല്ല കറേജസ് ആയിട്ട് മുന്നോട്ട്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. ധൈര്യം വേണം, നല്ല കോൺഫിഡൻസ് വേണം. ഷോ ഓൺ യുവർ വീഡിയോ. നല്ലതായിട്ട് ഈ മ്യൂസിക് നല്ല ഡിഫറെൻറ്റ് മൂവ്മെൻറ്റുകൾ കൊടുക്കും. ഹേമന്ത് ആരാണ് നല്ല ഡാൻസ് ചെയ്യുന്നത് കേട്ടോ? അതൊക്കെ നമുക്കൊരു സമ്മാനമായിരിക്കും. നല്ല ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മളെ ഹേമന്തിൻ്റെ ഒക്കെ സമ്മാനം. Thank you. ഓക്കെ, ആരാണ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്താരാ? ഓക്കെ, ഹേമന്ത് കണ്ടെത്തട്ടെ. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും? ആദ്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച്. അത് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ഇറങ്ങി പറയും പാർട്സ് ഓഫ് സ്പീച്ച്. എന്നിട്ട് എന്താണ് നൗൺ, എന്താണ് വേർബ്, എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വേർബ്, ഇതിനൊക്കെ ഡെഫിനിഷൻ പഠിപ്പിച്ച് നമ്മളങ്ങനെ പോകും. പക്ഷേ സ്പീക്ക് ഈസിയുടെ ക്ലാസ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.
ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂച്ചക്കുട്ടിയാണ്, ഒരു കിറ്റനാണ്. ഇതിന് നമ്മൾ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ടെയിൽ, ബോഡി, ഹെഡ്. ഇതിങ്ങനെ ക്രിയേറ്റീവായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ അതോടെ കിടന്നോളും. അതുകൊണ്ട് അതിനെ പൂച്ചക്കുട്ടിയായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയും. ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് എടുത്ത് കഴിഞ്ഞാൽ അതിന് ഹെഡ് ഉണ്ടാകും, ബോഡി ഉണ്ടാകും, ടെയിൽ ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഐ വിസിറ്റഡ് ഡൽഹി. ഇവിടെ ഐ എന്നുള്ളതിൻ്റെ ഹെഡാണ്, വിസിറ്റഡ് എന്നുള്ളതിൻ്റെ ബോഡിയാണ്, ഡൽഹി എന്നുള്ളതിൻ്റെ ടെയിൽ, വാലാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മിസ്റ്റർ അഖിൽ, അഖിലേ സുഖല്ലേ? മിസ്റ്റർ അഖിൽ എയ്റ്റ് മന്തി. അഖിൽ മന്തി കഴിച്ചു എന്ന് പറയുകയാണ്. അവിടെ അഖിൽ എന്നുള്ളത് ഹെഡാണ്, എയ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ എന്താണ്, ബോഡിയാണ്, മന്തി എന്നുള്ളതിന് എന്താണ്, ടെയിലാണ്. മനസ്സിലാവുന്നു? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഹെഡ് പഠിക്കണം, ബോഡി പഠിക്കണം, ടെയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷിൻ്റെ ഹെഡ് പഠിച്ചാലോ? നിങ്ങൾ എന്തായാലും ഇന്ന് വെബിനാറിന് വന്നല്ലേ, നിങ്ങൾ ഞാൻ ഹെഡ് പഠിച്ചാലും വിടുന്നുള്ളൂ. പഠിക്കണേ? അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞോളൂ ഇംഗ്ലീഷിൻ്റെ ഹെഡ് എന്താണെന്നുള്ളത് പറഞ്ഞോളൂ. റെഡി? അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. എഴുതിയോ? ഒന്നുകൂടി പറയാം. അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. ഐ ഡി ഇട്ട ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്യും എന്താണെന്നുള്ളത്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, ആൾക്കൊക്കെ ഐ ഡി കിട്ടി നോക്കട്ടെ. ടൈപ്പ് 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 ടൈപ്പ്. ചാച്ച്. അയ്യോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദൃശ്യ, ഹരി, റംസിയ, സംഷാദ്, ഓക്കെ വെരി ഗുഡ്. കുറേ ആളുകൾക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ട്, കുറേ ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, തെറ്റിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്താണെന്നറിയോ? എന്താ വേണ്ടത്? കുറേ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒന്നുമില്ല. യുവർ റെഡിനെസ് ടു കമ്മിറ്റ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് വരുത്താൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, നിങ്ങൾ റെഡി അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് വരരുതെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, മിസ്റ്റേക്ക് വരുത്തണം. മിസ്റ്റേക്ക് വരുത്താതെ ലോകത്തൊന്നും ഒരാൾക്കും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഓഗസ്റ്റ് മിസ്റ്റേക്ക് വരുത്താത്ത ഒരാളുണ്ടാവും. ആരാണെന്നറിയോ? 24 hours കേട്ടെന്ന് കൊടുക്കുന്ന ആൾ. എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഹെഡ് ആദ്യം പഠിച്ചു കഴിഞ്ഞാലോ? ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യട്ടോ. അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. കേട്ടോ, ഇതാണ് ഇംഗ്ലീഷിൻ്റെ 8 തലകൾ. അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ പ്രോ നൗൺ എന്ന് പറയും. സിമ്പിളാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഇംഗ്ലീഷിൻ്റെ ബോഡീസാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നീ നാളെ വരുമോ? വരിക എന്നതിന് ഇംഗ്ലീഷ് നമുക്കറിയാം എന്താണ്, കം എന്നാണെന്ന് അറിയാം. പക്ഷെ വരുമോ എന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു സാധനം മിക്സ് ചെയ്യേണ്ട, ഒരു മസാല മിക്സ് ചെയ്താൽ മാത്രമല്ലേ ഈ വരുമോ എന്നാവുള്ളൂ, അല്ലേ? അതിന് നമുക്ക് മസാല എന്ന് പറയാം, അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയാം. സാധാരണ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓക്സിലറി വേർബ് എന്നൊക്കെ പറയും. എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ഒരു ടെക്നിക്ക് നമ്മളവിടെ മിക്സ് ചെയ്യണം, ഒരു മസാല നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ക്ലാസ് എടുക്കുകയാണ്. അവിടെ ക്ലാസ് എടുക്കാന്നുള്ളതിന് ഇംഗ്ലീഷ് നമുക്കറിയാം, ടേക്കിംഗ് ക്ലാസ് എന്ന് പറയാം. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാര്യം മിക്സ് ചെയ്യണം, അല്ലേ? ഹേമന്ത് 6 മാസമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണെന്നുള്ളതിന് ഇംഗ്ലീഷ് നമുക്കറിയാം. പക്ഷെ അതിന് ആശയത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തോന്ന് മിക്സ് ചെയ്യണം. നീ ഇന്നലെ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാൻ തന്നെ ഇംഗ്ലീഷ് നമുക്കറിയാം. പക്ഷെ വിളിച്ചോ എന്നാക്കണമെങ്കിൽ എന്തോ ഒന്ന് മിക്സ് ചെയ്യണം. എനിക്ക് പിന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു, അല്ലേ? സാധിക്കുമായിരുന്നു, പങ്കെടുക്കാൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് നമുക്കറിയാം, അറ്റൻഡ് എന്നറിയാം. പക്ഷെ ആ ഒരു ആശയത്തിലേക്ക് മാറ്റണമെങ്കിൽ എന്തോ ഒരു മസാല മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ 20 മസാലക്കൂട്ടുകളുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 20 മസാലക്കൂട്ടുകളുണ്ട്. ആ മസാലക്കൂട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുത്തനെ നിങ്ങൾ ഇംഗ്ലീഷ് പേടിക്കേണ്ട ആവശ്യമില്ല. വെരി കോൺഫിഡൻ്റ്ലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ആ മസാലക്കൂട്ടാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ടെയിൽ വളരെ ഈസിയാണ്. അപ്പോൾ കാര്യം കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ അത്യാവശ്യം വാക്കുകളുണ്ട്, അല്ലേ? വരിക, പോകുക, ഇരിക്കുക ഒക്കെ നമുക്കറിയാം. നമ്മൾ പ്രശ്നം അനുഭവിക്കുന്നത് വി ഡോണ്ട് നോ ഹൗ ടു ബ്ലെൻഡ് ഓൾ ദിസ്. ഇതിങ്ങോട്ട് കൂട്ടാൻ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ ബിരിയാണി ഇങ്ങോട്ട് മിക്സ് ചെയ്യാൻ നമുക്കറിയില്ല. അതിനാണ് 20 മസാലക്കൂട്ട്, 20 ടെക്നിക്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്നിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം കൂടി പറയാൻ പോയി കഴിഞ്ഞാൽ നേരം വിളിക്കൂട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം, നോക്കൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ട്: ദുശ്ശീലം, പ്രണയം, ഉണ്ടപ്പൻ, ജോത്സ്യൻ, ബ്രേക്കപ്പ്, സവാർ, മാന്യൻ, പഞ്ചസാര, ആണുകളി, ആകും കളി, ഇംഗ്ലീഷ് റെയിൻബോ, CBI ടെക്നിക്ക്, വാലൻ ടെക്നിക്ക്, ഫ്രഷ് ഡെത്ത്സ്, അപ്പോഴും, സെമിത്തേരി, ഗം ടെക്നിക്ക്, ഓൾഡ് ഡെത്ത്സ്, ശക്തിമാൻ, ഐഡിയ ഇൻസേർട്ടർ. ഓക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്കുകളാണ്, കുറച്ച് മസാലക്കൂട്ടുകളാണ്, ചില കോഡുകളാണ്. ഈ കോഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകൾ കണ്ടോ? ഇതൊക്കെ ഒരു വട്ടം കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്തായാലും കിടക്കും. ഈ ഗം ടെക്നിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസിനെ ഇങ്ങോട്ട് യോജിപ്പിക്കാൻ കഴിയുള്ളൂ, കണക്ട് ചെയ്യാൻ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ മുറിയൻ കുറേ സെൻറ്റൻസുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നല്ല ഫ്ലോയിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ഗം ടെക്നിക്ക്. സെമിത്തേരി ടെക്നിക്ക്, നമ്മുടെ വലിയ ആശയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ വേണ്ട ടെക്നിക്കാണ് സെമിത്തേരി ടെക്നിക്ക്. നമ്മൾ സാധാരണ നമ്മുടെ ഇതിൽ നമ്മൾ
കുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ അപ്പോഴും സാധാരണയിലാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പഠിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ പഠിക്കാൻ വേണ്ടി പോകുക. ഫ്രഷ് ഡെത്ത് ടെക്നിക്, വാലൻ ടെക്നിക്. ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും എഴുതുന്ന ആൾക്കാരും എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാസീവ് വോയിസ് എന്നുള്ളത്. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റിട്ടൺ ഇംഗ്ലീഷ്, നിങ്ങൾ എഴുതുന്ന ലാംഗ്വേജ് ഒക്കെ തെറ്റായിരിക്കും, നിങ്ങൾ പറയുന്നതാവില്ല നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു എന്നുള്ളത് ചിലപ്പം നമ്മൾ എഴുതുന്നത് ബിരിയാണി എന്നെ കഴിച്ചു എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്ക് നമുക്ക് ഈ ഒരു ടെക്നിക്ക്, ഇതൊക്കെ ഒരു സെക്കൻഡുകൾ മതി നമുക്ക് പഠിക്കാൻ. നോക്കൂ, CBI ടെക്നിക്ക്, വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ടെക്നിക്ക് നമ്മൾ കൈ വേണം. ഇംഗ്ലീഷ് റെയിൻബോ, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെൻറ്റൻസിൽ ഓർഡർ ചെയ്യുന്നത്, നമുക്ക് തോന്നുന്ന മാതിരി ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഓർഡറൊക്കെ പഠിക്കണമെങ്കിൽ റെയിൻബോയുടെ ഓർഡർ പോലെ ഇംഗ്ലീഷിലൊരു ഓർഡർ സിസ്റ്റം ഉണ്ട്, നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ആകും കളി, ഇംഗ്ലീഷ് ഭാഷയുടെ 30% ഇയാളുടെ കയ്യിലാണ്. ആകും കളി ആളുകളിൻ്റെ കയ്യിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നോക്കണ്ടേ, നമ്മൾ സംസാരത്തിൻ്റെ 30% നമ്മൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറോ? ഞാൻ ചോദിക്കുന്നത്, ഹേമന്ത് അങ്ങോട്ട് നോക്ക്, ഇത് നിൻ്റെ ലാപ്ടോപ്പാണോ? ആണോ? കളവരെടുത്ത് മനസ്സിലാവും. അപ്പോൾ ഇത് പതിലെ ക്വസ്റ്റ്യൻ. അഖിൽ, നീ ഇന്നലെ വയനാട്ടിലായിരുന്നോ? മനസ്സിലാണോ? നാളെ നമ്മുടെ ഓഫീസിൽ നീ ഉണ്ടാകുമോ? അപ്പോൾ ആണോ, ആയിരുന്നോ, ആകുമോ? ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ സംസാരത്തിൻ്റെ 30%. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ 30% കമ്മ്യൂണിക്കേഷന് വേണ്ട ടെക്നിക്ക്, മസാലക്കൂട്ട് നമ്മുടെ പോക്കറ്റിലായി. പഞ്ചസാര ടെക്നിക്ക്, ഇതൊന്നും മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. സാമ്പാർ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇവിടെ സാമ്പാർ ടെക്നിക്ക് തന്നെ വരുന്നത് കേട്ടോ. ബ്രേക്കപ്പ് ടെക്നിക്ക്, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പഠിക്കുന്ന വിഷയമാണത്. ജോത്സ്യൻ ടെക്നിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്യൂച്ചർ എന്ത് പറയണമെങ്കിലും ഇയാൾ നമുക്ക് കിട്ടിയാൽ മതി. ഉണ്ടപ്പൻ, ഇംഗ്ലീഷ് ഭാഷയുടെ 30% ഞാൻ പറഞ്ഞു ആണോ, ആയിരുന്നോ, ആകുമോ. ഈ ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ അനദർ 30% ഈസ് ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ. ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും. അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടപ്പനെ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഒറ്റ വട്ടം നിങ്ങളിത് കേട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ ഉണ്ടപ്പൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രണയം ടെക്നിക്ക് അല്ലേ, ഏത് ടെക്നിക്കാണ് വേണ്ടത് ഒന്ന് ടൈപ്പ് ചെയ്യൂ. വിച്ച് ടെക്നിക് യു വാണ്ട് ടു ഗെറ്റ് റിവീൽ ടുഡേ. ഒരു 2 സെക്കൻഡ് സമയം മതി. നിങ്ങളെ ഇംഗ്ലീഷിൻ്റെ 30% ഞാൻ ഇപ്പോൾ പഠിപ്പിക്കും നിങ്ങളെ. 2 സെക്കൻഡ് കൊണ്ട് ചാലഞ്ച്. ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഏതാണ് ഹേമന്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും ഉണ്ടപ്പനാണല്ലോ. എല്ലാവർക്കും ഉണ്ടപ്പനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നേ. ഒരാൾക്ക് പ്രണയം ആവശ്യമുണ്ട്. ഉണ്ടപ്പനുണ്ട്. ഓക്കെ, ഷുക്കൂറിന് ഉണ്ടപ്പന വേണ്ടത്, സംഷാദിന്. ഓക്കെ കേട്ടോ, ഈ ഉണ്ടപ്പനൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി നിങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ ബ്രെയിൻ പിന്നെ അത് വിട്ടുപോകില്ല. അതേ സ്ഥാനത്ത് സാധാരണ ക്ലാസ്സിൽ നമ്മൾ ഇതെങ്ങനെ പഠിക്കാമെന്നറിയോ? പൊസഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. പൊസഷൻ എന്ന് നമ്മൾ തലയിൽ നിൽക്കാൻ അതൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടപ്പൻ എന്താണെന്നൊന്ന് റിവീൽ ചെയ്ത് തരാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കാരണം കഥകൾ നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാട്ടിൽ ഒരു ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കണ്ടു കഴിഞ്ഞാലും അവരോട് ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. കഥ മനസ്സിലായോ? ഉണ്ടപ്പനുണ്ട്. ഉണ്ടപ്പൻ്റെ ഡ്യൂട്ടി ആരെ കണ്ടാലും ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ ചോദിക്കാം. ഇപ്പോൾ അഖിലിനെ കണ്ട അഖിലിനോട് ചോദിക്കും, അഖിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഹേമന്ത് നിൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടോ? ആരോട് ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ടപ്പൻ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രമുണ്ട്. ഉണ്ടപ്പൻ്റെ മന്ത്രം ഇതാണ്. ഇതാ ഡുഹ, കാണുന്നില്ലേ നിങ്ങൾക്ക്? ഡിഡ്ഹ, വിൽഹ. ദിസ് ഈസ് ദ മന്ത്രാസ് ഓഫ് ഉണ്ടപ്പൻ. ഉണ്ടപ്പൻ്റെ മന്ത്രമാണിത്. ഇത് നിങ്ങളെ മനസ്സിൽ നോക്കുക. ഏതാണ് മന്ത്രം? ഡുഹ, ഡിഡ്ഹ, വിൽഹ. ഒന്ന് ഉഷാറായിട്ട് പറയാം എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ഫ്ലുവൻസിയാണ് നിങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ വരുത്താനും ആളുകളെ മുമ്പിൽ ചമ്മാനും നിങ്ങൾ റെഡി ആയിരിക്കണം. അതില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ലക്ഷ്യം ലോകത്ത് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. നമ്മൾ എങ്ങനെയാണ് നടന്നത്? നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷിൻ്റെ വിഷയത്തിൽ മാത്രം മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കി, വീഡിയോ ഓണാക്കുക. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തൊക്കെ. എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ നല്ല എനർജിയിൽ ഒന്ന് പറയും. ഡുഹ, ഡിഡ്ഹ, വിൽഹ. ഒന്നറക്കെ പോരാ, എനർജി പോരാ. ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നല്ല സമ്മാനം തന്നിരുന്നു. ഓഫ്ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഉറക്കെ പറയാം. പോരല്ലോ ഒന്നുകൂടെ. ഇല്ല, ഞാൻ ഉദ്ദേശിച്ച എനർജി ആയിട്ടില്ല. ഉറക്കെ ഡുഹ, ഡിഡ്ഹ, വിൽഹ പറ. ഒന്നുകൂടി എല്ലാവരും എഴുന്നേറ്റിക്ക്. എല്ലാവരും ഇങ്ങോട്ട് ഉറക്കെ പറ. ഡുഹ, ഡിഡ്ഹ, വിൽഹ. നമ്മുടെ ഉണ്ടപ്പന്റെ ഏറ്റവും പ്രശസ്തമായ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡുഹ, ഡിഡ്ഹ, വിൽഹ. ഒന്നുകൂടെ പോരാ. ഒന്നുകൂടെ. വെരി ഗുഡ്. ഒന്നുകൂടെ. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടപ്പൻ്റെ 3 മന്ത്രങ്ങൾ പഠിച്ചു. ഡുഹ, ഡിഡ്ഹ, വിൽഹ. ഈ മന്ത്രം മതി. ഇംഗ്ലീഷിന് 30% നിങ്ങളെ പോക്കറ്റിലാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഐ വിൽ ഷോ യു. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടപ്പൻ്റെ ഫസ്റ്റ് മന്ത്രം എടുക്കാം. അതായത് ആരോടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് ദ ഫസ്റ്റ് മന്ത്രം ഡുഹ. അപ്പോൾ നമുക്ക് ചോദിക്കാം, നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇങ്ങനെ ചോദിക്കണ്ടേ. ഡുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ടാണ് ഡു യു ഹാവ്. അപ്പോൾ നമുക്ക് ഒരാളോട് ഉണ്ടോ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് മൊബൈൽ ഫോൺ? ഒന്ന് പറയാൻ്റെ കൂടെ. ഡു യു ഹാവ് മൊബൈൽ ഫോൺ പറ. ഡു യു ഹാവ് മൊബൈൽ ഫോൺ? നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ഇംഗ്ലീഷ് ചോദിക്കാം. എന്ന് പറ, നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഡു യു ഹാവ് ക്ലാസ് ടുമോറോ? പറ,
ഡു യു ഹാവ് ക്ലാസ് ഞാൻ ഇതിങ്ങനെ പറയിപ്പിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഫ്ലുവൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ആശയം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഈ മസിൽസ് ഉണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് നമ്മുടെ വായുവിനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ട് ലിപ്സിലൂടെ ആ വായു വരുമ്പോഴാണ് നമുക്ക് ശബ്ദമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മസിൽസിനും കൂടി ഇംഗ്ലീഷിൽ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കം ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് കേട്ടോ. പറ, ഡു യു ഹാവ് ക്ലാസ് ടുമോറോ. പിന്നെ എനിക്ക് നാളെ ക്ലാസ് ഉണ്ടോ ചോദിക്കുക, ഡു യു ഹാവ് ക്ലാസ് ടുമോറോ. നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുക. നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കട്ടെ. ആരൊക്കെ പഠിച്ചു എന്ന് നോക്കട്ടെ. നല്ല സമ്മാനം കൊടുക്കണം. ഏവന്തായി ഇവർക്കൊക്കെ സമ്മാനം കൊടുക്കണം. നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? ഡു യു ഹാവ് ഒന്ന് ടൈപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യും. ഓ വെരി ഗുഡ്, അടിപൊളി 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 അടിപൊളി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡു യു ഹാവ് വെച്ചിട്ട് നിങ്ങളൊരു ഇത് കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റൻസ് ചെയ്തോട്ടോ എല്ലാവരും. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആരോടും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ഉണ്ടപ്പൻ്റെ ഫസ്റ്റ് മന്ത്രം ഡുഹ എടുത്താൽ മതി. ഇനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ മന്ത്രമാണ് വേണ്ടത്. ഉണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ മന്ത്രമാണ് വേണ്ടത്. ഇതിൻ്റെ ആൻസർ പറയുമെങ്കിൽ നമുക്ക് പഠിക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ 30% നമ്മളിവിടെ കവർ ചെയ്തു. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു 100 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കഴിയുന്നത് വരെ ഇതേമാതിരി പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും V1 V2 V3 ഒക്കെ വെച്ചിട്ട് നമ്മൾ സമയം ഇങ്ങോട്ട് വേസ്റ്റ് ആക്കും. ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ തീരെ സമയം നമുക്ക് ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിലോ കോൺസെപ്റ്റുകൾ പഠിക്കാൻ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് ആകെ കുറച്ച് സമയം ആവശ്യമുള്ളൂ അല്ലേ. ബാക്കി സമയം കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് സ്പീക്കീസി ഇത്രയും ചങ്കുറപ്പോട് കൂടി കോൺഫിഡൻസോട് കൂടി നിങ്ങളെ മുമ്പിൽ പറയുന്നത്. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 10 ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട്, ധൈര്യത്തിൽ കടന്നു വരാം. ഒരു കുട്ടിയും വരില്ല, കാരണം ആ മെത്തേഡിൻ്റെ പവറാണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഉണ്ടപ്പൻ ടെക്നിക്ക് എത്ര സെക്കൻഡോടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. സിമ്പിൾ പ്രസൻറ്റ് പഠിപ്പിക്കാൻ ഞാൻ എത്ര സമയം എടുത്തു. നിങ്ങൾ ഇനി സിമ്പിൾ പ്രസൻറ്റ് നിങ്ങൾ മറക്കോ. ശീലങ്ങൾ ചോദിക്കാൻ ഏതാ ഉപയോഗിക്കുക? ദുശ്ശീലം. ഉണ്ടോ എന്ന് ഒരാളോട് ചോദിക്കണമെങ്കിൽ എന്ത് ഉപയോഗിക്കുക? ഉണ്ടപ്പൻ ടെക്നിക്ക്. ബാക്കി ടെക്നിക്ക് ഇത്ര സമയം ആവശ്യമുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് സ്പീക്കീസിയുടെ ചെറിയ കുറച്ച് കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് പറയാം. എന്നിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് ഇത് കഴിഞ്ഞ ശേഷം അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ സ്പീക്കീസി പ്രധാനമായിട്ടും നടത്തുന്ന കോഴ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ L1 ബേസിക്, അതായത് തീരെ ഒന്നും അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ. ABCD മുതൽ അറിയാത്ത ആളുകൾക്കുള്ളതാണിത്. രണ്ടാമത്തത് L2 എന്ന് പറയും. ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ട് എഴുത്ത് വായന അറിയാം, കുറച്ച് വാക്കുകളൊക്കെ അറിയാം, അധികം ആളുടെയും പ്രശ്നമായിരിക്കും. അവരാണ് L2 എടുക്കേണ്ടത്. പിന്നെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. മിസ്റ്റേക്കുകളൊന്നുമില്ല, സംസാരിക്കാനൊക്കെ കുറച്ച് രീതിയിലൊക്കെ പറ്റുന്നുണ്ട്. ഫ്ലുവൻസി ആക്സെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് L2 എടുക്കാം. അങ്ങനെ 3 ബാച്ചുകളാണ് പ്രധാനമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ ബാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് സ്പീക്കേഴ്സിക്ക് കേരളത്തിലുടനീളം 11 ബ്രാഞ്ചസ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാകും. ആ ട്രെയിനറായിരിക്കും നിങ്ങൾ സംസാരിപ്പിക്കുക. നിങ്ങളുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ട്രെയിനർക്കായിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്താലൊക്കെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആപ്പിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാകും. സൂമിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. നിങ്ങളുണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് കുട്ടികളും വെച്ചിട്ട് സൂമിലൂടെ ലൈവ് ക്ലാസ് ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഒരുപാട് പ്രസൻറ്റേഷൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്പീക്കിംഗ് ആക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗംഭീര കൂട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് IELTS ആൻഡ് OET ട്രെയിനിങ് ഉണ്ട്, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്, ആക്സെൻറ്റ് ട്രെയിനിങ് ഉണ്ട്, സ്പോക്കൺ അറബിക് ഉണ്ട്, ആങ്കറിംഗ് ഹോസ്റ്റിംഗ് കോഴ്സ് ഉണ്ട്, ജർമ്മൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ വേറെയും സ്പീക്സ് നടത്തുന്നുണ്ട്. ഇനി ഇപ്പോൾ സ്പീക്കേഴ്സിയുടെ ഈ ഒരു വെബിനാറിൽ നമുക്ക് ഏകദേശം ഒരു നിയർലി 300 to 500 ആളുകൾ നമ്മുടെ ഓരോ വെബിനാറിൽ പങ്കെടുക്കും. അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പീക്കേഴ്സ് ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കാറുണ്ട്, ചെറിയൊരു ഓഫർ. അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ സ്പീക്കേഴ്സിയുടെ ഫ്ലുവൻസി ബിൽഡർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം. അതായത് നമുക്കിപ്പോൾ ഒരു പുഷ്പത്തിൻ്റെ മാല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യം നമുക്ക് വേണം. ഒന്ന്, എങ്ങനെയാണ് മാല കോർക്കുക നമുക്കറിയണം. അതിനാണ് നമ്മൾ 20 ടെക്നിക്ക് പഠിക്കുന്നത്. കോർക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പുഷ്പം വേണ്ടേ? പുഷ്പം തന്നെ വാക്കുകൾ വേണം. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ള നല്ലൊരു 1ാം തരം പരിപാടിയാണ് ഈ ഫ്ലുവൻസി ബിൽഡർ എന്നുള്ള കോഴ്സ്. ഐഡിയ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിത് പഠിപ്പിക്കുന്നത്. ഇതിന് 5900 കോസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. പിന്നെ സ്പീക്കേഴ്സിയുടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ആക്സെൻറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട്. അഡീഷണലി നിങ്ങൾക്ക് ഇപ്പം ഇത് വെറും 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സ്പീക്കേഴ്സിയുടെ ബാച്ചുകളിലൊക്കെ പലപ്പോഴും അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അത് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നത് 1 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെമിനാർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ MSP10 ഈ ഒരു കോഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. MSP10 ഈ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ മാനേജർ അടുത്ത് പോകുക, നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരാണോ കണക്ട് ചെയ്തത് അവരുടെ അടുത്ത് പോയാൽ മതി. ഈ കോഡ് പറഞ്ഞു കൊടുക്കുക. കാരണം ഈ കോഡ് അവർക്ക് ആപ്പിൽ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ ഓഫർ. സോ വൈ ഷുഡ് യു ജോയിൻ നൗ എന്നതിൻ്റെ മറുപടിയാണത്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ, ഞാൻ സ്പീക്കേഴ്സിൽ എന്തിനും ജോയിൻ ചെയ്യണം? 500 രൂപക്കും 1000 രൂപക്കൊക്കെ ഇഷ്ടംപോലെ കോഴ്സുകളില്ലെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തണ്ടാവും. സ്പീക്കേഴ്സിയുടെ കോഴ്സും സാധാരണ കോഴ്സും നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മളൊരിക്കലും ബെൻസും മാരുതിയും തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. രണ്ട് സെഗ്മെൻറ്റാണ്. ഓക്കെ, സോ ഹിയർ അറ്റ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി നല്ലൊരു മെത്തേഡ് ഉണ്ട്, ആപ്പ് ഉണ്ട്, പേഴ്സണൽ ട്രെയിനർ, റീഫണ്ട് ഉണ്ട്. സോ മെത്തേഡ് ഈസ് ദ മെയിൻ തിങ്. മെത്തേഡിലാണ് കാര്യം. നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഒരു ചെറിയൊരു ലാഭം നോക്കിയിട്ട്, ഇപ്പോൾ ഒരു 500 1000 ലാഭം നോക്കിയിട്ട് നിങ്ങൾ ഇനിയും സാധാരണ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നല്ല സമയമെടുക്കും, നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പറ്റുന്നവർ, ഇഫ് യു ആർ എലിജിബിൾ, ഇഫ് യു ആർ ഓക്കെ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ്,
ധൈര്യത്തിൽ നിങ്ങൾക്ക് കടന്നു വരാം. സ്പീക്കേഴ്സിൻ്റെ മെത്തേഡ് ടേസ്റ്റ് ചെയ്യാം. സ്പീക്കേഴ്സ് ഇത്രയും കോൺഫിഡൻസോടെ പറയുന്നത് 10 ദിവസം അൺകണ്ടീഷണൽ റീഫണ്ട്. ഒരാൾ നിങ്ങളോട് ചോദിക്കില്ല നീ എന്തുകൊണ്ട് റീഫണ്ട് ചോദിക്കുന്നു എന്നുള്ളത് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100% റീഫണ്ട് വാങ്ങി നിങ്ങൾക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. അത്രയും 6 ലക്ഷത്തിലധികം സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കിൻ്റെ കോൺഫറൻസിലാണ് ഞാനിത് നിങ്ങളോട് ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നത്. സോ ഫൈനലി വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ഡു ഇറ്റ് ടുഡേ ഓർ റിഗ്രറ്റ് ടുമോറോ. ലൈഫിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട നല്ല തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ എല്ലാ സമയത്തും സ്വാധീനിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ, സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ, നല്ല ഉയരത്തിലെത്തിയ ആളുകളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ അവരെടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും അവരെത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ലാംഗ്വേജിൽ പ്രൊഫഷൻസ് ഉണ്ടാകുക. ആൻഡ് യു ഷുഡ് ബി വെരി ഫ്ലുവൻറ്റ്, വെരി കോൺഫിഡൻറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. അതിനുള്ള ഇന്ന് നിലവിലുള്ള ഏറ്റവും പവർഫുൾ മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷോ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. സോ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നല്ല തീരുമാനം എടുക്കുക ആൻഡ് ജോയിൻ ടുഡേ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ മാനേജറെ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സീ യു. താങ്ക് യു വെരി മച്ച്. Speak Easy English Academy, your language expert.